വിഷുവിലേക്ക് കണികൾ തുടരുകയാണ്. ആ ആഘോഷങ്ങൾക്കൊപ്പമാണ് ലോകമെമ്പാടുമുള്ള ധാരാളം പിടുത്തം കിട്ടിയോ? ഞങ്ങളുടെ വിഷുദിനാശംസകൾ. ഞാൻ ധാരാളം നോക്കട്ടെ കേട്ടോ. അത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ വനിതാ നേതാവ് നജ്മ തബഷീറയാണ് വിഷുവാശംസകൾ നേർന്ന ഒരു പോസ്റ്റ് ഇട്ട കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. ചില കാര്യങ്ങളൊക്കെ ഒന്ന് സത്യസന്ധമായിട്ട് പറയാനുണ്ട്. മതേതരമായിട്ടുള്ള ഇന്ത്യയാണ്, കേരളമെങ്കിൽ മതേതരമാണ് എന്നൊക്കെ നമ്മൾ അസലായിട്ട് പറയുന്നുള്ളൂ. എന്ത് തേങ്ങയത്ത മതേതരം നോക്കൂ. മുസ്ലിം ലീഗിന്റെ പ്രമുഖയായിട്ടുള്ള വനിതാ നേതാവ് നജ്മ തബ്ഷീർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വിഷു ആശംസ ഇട്ടു. അത് ഗംഭീരമായിട്ടുള്ള ആശംസയാണ്. ഒന്ന് കണ്ടോക്കെ. അതല്ലല്ലോ, അവിടെ നിന്ന് കാണാം. വിഷുവിലേക്ക് കണികൾ തുടരുകയാണ്. കൽപ്പത്തിലാണ് കേട്ടോ, പാലക്കാട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ. അത് കണ്ട പിച്ച വെച്ച് ആ പാട്ട് കേൾപ്പോൾ എനിക്ക് പണി കിട്ടും എന്നതിനാൽ ഞാൻ കേരളം വിഷുവിലേക്ക് കണികൾ തുടരുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തബിഷ എന്ന് പറയുന്ന പെൺകുട്ടി ആ കൽപ്പാത്തിയുള്ള ഒന്ന് രണ്ട് ആളുകളൊക്കെ നല്ല കമ്പനിയാവ് തോന്നുന്നു. അവിടെയൊക്കെ ചെല്ലുന്നു, അവരെ പൂജാമുറിയൊക്കെ കാണുന്നു, അവിടെ പോയി ഇരിക്കുന്നു, മകന് കണി കാണിച്ചു കൊടുക്കുന്നു. അവിടെയുള്ള സ്ത്രീ ഭയങ്കര സ്നേഹത്തോടെ ആ കൊച്ചുമോന് വിഷു കൈനീട്ടം കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. അവരതാ അതിനാ മുറ്റത്തൊക്കെ ഇതൊക്കെ കത്തിച്ചൊക്കെ ഗംഭീരം പൂത്തിരൊക്കെ കത്തിച്ച്, മേശപ്പൂവൊക്കെ കത്തിച്ച് ഗംഭീരം ആഘോഷിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ മുസ്ലിം ലീഗുകാരിയായിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തത്. ഇങ്ങനെയൊക്കെ പറയാൻ കാരണേ, മുസ്ലിം ലീഗിലെ ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഓർമ്മ എന്നെ കൊണ്ടിട്ട് സംഖ്യയാക്കി മാറ്റരുത്. മതേതരത്തെ സംസാരിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിം ലീഗിലെ ചില ആളുകൾക്കൊക്കെ ഉള്ള ഒരു വിചാരമുണ്ട്, അന്യമതസ്ഥന്റെ, അത് മുസ്ലിം ലീഗിലല്ല, ഇസ്ലാമിലെ ചില ആളുകൾക്ക് എന്നൊക്കെ പറയാം, അന്യമതസ്ഥരുടെ എന്താ പറയുക ആചാരങ്ങളിൽ ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം, പിന്നെ നരകത്തിലേക്ക് മാത്രമാണ് പോകേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിങ്ങനെ ചർച്ച ചെയ്യാനും മറ്റുള്ള കാരണം ഇവരുടെ കമന്റ് ബോക്സ് ആണ്. കമന്റ് ബോക്സ് ഞാനിതാ ഒന്നുമില്ല തുറന്നപ്പോ തന്നെ നമ്മുടെ നാട്ടിലത്തെ കുറെ ആൾക്കാരുടെ കമന്റുകളൊക്കെ കാണാനുണ്ട്. എന്നിട്ട് അതിന്റെ താഴ്ത്തുതാ, അഡ്വക്കേറ്റ് നജ്മ സഹോദരി മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മുസ്ലിമായിട്ട് ജനിച്ച് അള്ളാഹുവിന് സ്തുതി. നമ്മൾക്ക് 2 ആഘോഷം മാത്രമേ ഉള്ളൂ, പെരുന്നാളും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ആളുകളുടെ ലൈക്കും കമന്റും കിട്ടിയാൽ പോരല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള ലൈക്ക് കൂടി വേണ്ടേ എന്നാണ് ഒരാളുടെ കമന്റ്. നോക്കൂ, ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതൊരു വിഭാഗീയത ഉണ്ടാക്കുന്ന കമന്റ് ബോക്സ് ആണെന്ന് ഞാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഹിന്ദു മതത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു പക്ഷേ ഹിന്ദു മതത്തിൽ നിന്ന് ഭീകരമായിട്ടുള്ള ആക്രമണമൊന്നും അവർ നേരിടേണ്ടി വരില്ല, നേരിട്ട് തന്നെ പോയി പണി വെക്കുമെന്ന് പറയും. ഇവിടെ ഇതേപോലെ ഒരു ഹിന്ദു മതസ്ഥന്റെ പരിപാടിയിൽ ഈ പെൺകുട്ടി പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിൽ പങ്കെടുക്കുന്നു, അത് അവർക്കൊരു അനുഭവമാണ്. പക്ഷെ ഇതിന്റെ താഴത്തുള്ള കമന്റുകളൊക്കെ എന്തൊരു ഭീകരം ആലോചിച്ചൊക്കെ. എന്നാൽ ചില ആളുകളൊക്കെ നല്ല മതേതര സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ടി.എ. അലി എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മുടെ ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സഹോദര സമുദായക്കാരാണ്. അവരുടെ ആഘോഷത്തിൽ നിന്ന് നമുക്കോ നമ്മുടെ ആഘോഷത്തിൽ നിന്ന് അവർക്കോ മാറി നിൽക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞാൽ മതം തലക്കി പിടിച്ച് വിവേകം പോയവർക്ക് മനസ്സിലാവില്ല. വിശ്വാസംസകൾ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന സെക്യുലർ നിലപാടുള്ള തബഷീറയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കമന്റ് കാണാനുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അതിഭീകര തീവ്രവാദപരമായിട്ടുള്ള കമന്റുകളും ഇതിനെ താഴത്ത് ഇഷ്ടം പോലെ നമുക്ക് കാണാനുണ്ടെന്നുള്ളതാണ്. ഒരു വിഷു ആശംസ നേർന്നതാണ് മൂരികളുടെ മതേതരത്വം പൂത്തിരി കത്തി പുറത്തു വന്നതെന്ന് ഒരാൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു 5 ഖണ്ഡം സഖാക്കളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന്റെ താഴത്തേക്ക് നിങ്ങൾ ഒന്ന് ചുമ്മാ നോക്കിക്കോണം. എന്തൊരു ഭീകരമായ അറ്റാക്കാണ്, എന്തൊരു ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ലെഞ്ചിങ് ആണ് ഈ പെൺകുട്ടിക്ക് നേരെയും ആ ഒരു പയ്യന് നേരെ, ഒരു കൊച്ചു കുട്ടിക്ക് നേരെയൊക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ മതം ഇങ്ങനെ തലക്കി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? നമ്മൾ ചുറ്റുഭാഗത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്ന ആളുകളല്ലേ. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ അതിന്റെ പെരുന്നാളുടെ ഭാഗമായിട്ട് പരിപാടിയുണ്ട്, ഞാൻ പങ്കെടുക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വിഷുവിന്റെയോ അല്ലെങ്കിൽ ഓണത്തിന്റെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട്, മുസ്ലിങ്ങൾ വന്ന് കയറും, നമ്മളങ്ങ വിളിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാക്കും. അതുണ്ടാവുക. അവന്മാർ എന്താണോ വിളിക്കാന്ന് ചോദിക്കും, എന്താ എന്റെ പായസം എവിടെ നിന്നൊക്കെ ചോദിച്ചാൽ അവന്മാർ വീട്ടിൽ വന്നിട്ട് വലിയ കലിപ്പുണ്ടാക്കും. അതാണ് സ്നേഹം. അപ്പൊ നമുക്ക് ആർക്കും മറ്റുള്ളവരുടെ സമുദായമാണ്, അത് അവരുടെ ജാതിയുടെ മതത്തിന്റെ ഭാഗം മാത്രമാണ്, ഇത് ഈ മതത്തിന്റെ ഭാഗം മാത്രമാണെന്ന് കൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. എല്ലാറ്റിലും നമുക്ക് ഇടപെടണം, എല്ലാ പരിപാടിയിലും നമ്മൾ പങ്കെടുക്കണം, എല്ലാ വീട്ടിലുള്ള ചോറ് നമുക്ക് തിന്നണം, എല്ലാ വീട്ടിലെ പായസം നമുക്ക് കുടിക്കണം, നമ്മൾ അങ്ങോട്ടും കൊടുക്കണം, അവിടെ ഇങ്ങോട്ടും തരണം. ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നോക്കൂ, ഇതിന് താഴത്ത് അതല്ല, അതിഭീകരമായിട്ടുള്ള സംഗതികളാണ് ഇതിന് താഴത്ത്. ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗൊക്കെ എത്ര വലിയ വിഷമാണെന്ന് കമന്റുകൾ തെളിയിക്കുന്നു, RSS ഒക്കെ എത്രയോ ഭേദമെന്നാണ് ഇതിന് താഴത്ത്. എന്നാൽ ഇതിനെ അതിഗംഭീരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പത്തിൽ നെയ്യ് ചേർക്കണം, എന്നാൽ നെയ്യ് കൂടിയാലും അപ്പം കേടുവരുമെന്നാണ് ഒരാളുടെ കമന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ നിർത്തിക്കാളേന്ന്. അമിതമായാൽ അധികമാവും എന്തുമെന്നാണ് വേറൊരാള്, ഒരു മതദൈവത്തിന്റെ അഭിപ്രായം. ഇനി പാർട്ടി എന്താണെന്ന് നജബിക്ക് മനസ്സിലായി കാണുമല്ലേ എന്ന് ഒരാൾ കമന്റ് അയച്ച് കളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്താണ് സെക്യുലറിസം ഒന്നും ഇതൊക്കെ കാണുന്ന ഒരു സാധാരണത്തെ ഒരു RSSകാരൻ, ഒരു BJPക്കാരൻ എന്താ തീരുമാനിക്കുക? ഞങ്ങൾ വിചാരിക്കുന്ന പോലൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗ്, ഞങ്ങൾ വിചാരിക്കുന്ന പോലൊക്കെ തന്നെ ഈ മാപ്പിളാര്. ഈ മാപ്പിളകാർക്ക് മറ്റുള്ളവരുടെ എല്ലാ ആഘോഷവും മറ്റും പങ്കെടുത്തു കഴിഞ്ഞാൽ മാപ്പിളാർ തന്നെ അവരെ അതിഭീകരമായിട്ട് ആക്രമിക്കുന്നു ഞങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അവരെന്നെ നമ്മളെ പരിപാടിയിൽ ആരെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ ആക്രമിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളപ്പോൾ അവരെന്തായാലും ആക്രമിക്കൂലേ എന്നൊക്കെ അവർ പ്രചരിപ്പിച്ച ആളെ കൂട്ടുമ്പോൾ നമുക്ക് അവർ കുറ്റം പറയാൻ സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഭീകരതയാണ്. ആ രാഷ്ട്രീയക്കാരായിട്ടുള്ള അവർക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഇഷ്ട സുഹൃത്തുക്കളോടൊപ്പം ഒരു ഓണം, ഒരു വിഷുമോ പടക്കം കൂട്ടിച്ചിട്ടും അവിടുത്തെ ഒരു അമ്മ ഭയങ്കര ഹൃദയത്തോടെ ആ ഒരു പൂജാമുറിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അത് അവരുടെ ഒരു നന്മയാണെന്നേ. അത് അത്രയേറെ സ്നേഹത്തോടെയാണ് നജ്മ സ്വീകരിച്ചത്, അല്ലെ? അത്രയേറെ സ്നേഹത്തോടെ നജ്മ സ്വീകരിച്ചത്. അതിനൊക്കെ അംഗീകരിക്കണ്ടല്ലേ വേണ്ടത്? നമ്മൾ അംഗീകരിക്കണം, തീർച്ചയായിട്ടും അംഗീകരിക്കണം. പക്ഷെ ഇവിടെ നടക്കുന്ന അതൊന്നല്ല സുഹൃത്തുക്കളെ. ബൈ. നിങ്ങളുടെ അഭിപ്രായം എഴുതിക്കണേ.